ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ് കേട്ടോ ആദർശം. ചെക്കപ്പിന് കയറുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, ഇപ്പം ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും വരികയില്ല, എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് വേണു ആ വഴി വരുവാണ്. എന്നിട്ട് ചിന്തിക്കും, ഇതെന്താ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേക്കുന്നത്, ഇനി ഇവൾക്ക് വല്ല വിശേഷമുണ്ടോ, അതോ ഇവളുടെ കരളും കിഡ്നിയും എല്ലാം കൂടെ അടിച്ചു പോയോ, അങ്ങനെ ഒന്ന് അടിച്ചു പോയാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ എന്നവിടെ ഒന്ന് പ്രാർത്ഥിക്കുവാണ്. അത് കഴിഞ്ഞ് അവരെന്താ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ക്ഷേത്രത്തിലോട്ടൊന്നും ഇപ്പം പോകണ്ട, നീ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, എല്ലാം ഒന്ന് ശരിയാവട്ടെ, അത് കഴിയുമ്പോൾ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോകാം എന്ന് പറയും കേട്ടോ. ആ സമയത്ത് വേണു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ കാണുന്നത് അപ്പോൾ അറിയിക്കേണ്ടവരെ അറിയിച്ചില്ലേ, എനിക്കൊരു മനസ്സമാധാനവും ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പയ്യെ മാറുവാണ്. പിന്നെ കാണിക്കുന്ന ദേവയാനിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അനാമിക. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ആദർശാനിപ്പം ഒത്തിരി മാറിപ്പോയി, വല്യമ്മയുടെ കൂടി ഇരിക്കേണ്ട സമയത്ത് ഇപ്പം അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു നയനേനെയും കൂട്ടി ഹോസ്പിറ്റലിൽ കൂടെ പോകുന്ന കണ്ടുവന്ന്, അവർ കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ട്, വല്ല വിശേഷമുണ്ടോ എന്ന് അച്ഛന് സംശയമുണ്ടോ എന്ന് പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ട് ദേവയാനി ഞെട്ടുവാണ്. ഞാൻ പറയും, മോൾ എന്തേ പറയുന്നേ എന്ന് പറയുമ്പോഴേക്കും, അല്ല പിന്നെ ഇപ്പോൾ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം എന്താ, അവരെ കൈയൊക്കെ പിടിച്ച് കൂടെ നടത്തിയാണ് ആദർശേട്ടൻ നടന്നത്, എൻ്റെ അച്ഛൻ എന്തായാലും കള്ളം പറയുകയില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും വല്യമ്മ വിളിച്ച് നോക്ക്, അല്ലെങ്കിലും ഇവിടെയുള്ളവർക്കൊക്കെ തലക്കിച്ചിരി എന്തോ ഒരു പിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നേ, അവൾ വീട്ടിൽ പോയി നിന്നപ്പം കൂട്ടാനും പുറകെ വിളിക്കാനും കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനൊക്കെ എത്ര പേരാ, പറഞ്ഞിട്ട് എന്താ കാര്യം, വല്യമ്മ ഇത്രയൊക്കെ സ്നേഹിച്ചാലും ആദർശേട്ടൻ അതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് കൂടെ ടെൻഷനാവാണ്. എന്നിട്ട് ദേവയാനി ചിന്തിക്കുവാണ്, അവൾ പറഞ്ഞ് ശരിയായിരിക്കുമോ, ഒന്ന് വിളിച്ച് നോക്കിയേക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അതേസമയത്ത് ഡോക്ടർ നയനയുടെ റിപ്പോർട്ടൊക്കെ പരിശോധിക്കുകയാണ്. എന്നിട്ട് നയനോട് പറയുന്നുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല, മുറിവൊക്കെ നല്ലപോലെ ഉണങ്ങി വരുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടാണ് റിപ്പോർട്ട്സ് എല്ലാം കാണിക്കുന്നത്, പിന്നെ കുറച്ച് എക്സസൈസും പയ്യെ പയ്യെ ചെറിയ ചെറിയ ഓരോ ജോലികളും ചെയ്ത് തുടങ്ങാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആദർശന് നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അത് കഴിയുമ്പോഴേക്കും പറയുന്നുണ്ട്, മുത്തശ്ശൻ നിങ്ങളുടെ ചെക്കപ്പിന് വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു, വരുവാണെങ്കിൽ മരിയ ഡോക്ടറിനെ ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങളെ ഒന്ന് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം വേണ്ട, നയനയുടെ മുറിവൊക്കെ കരിഞ്ഞ് ഉണങ്ങി വരുന്നതല്ലേ ഉള്ളൂ, അത് കഴിയുമ്പം ഇനിയൊരു ചെക്കപ്പിന് വരുമ്പോഴത്തേക്കും ആട്ടെ, മുത്തശ്ശൻ പറഞ്ഞതല്ലേ അത് ചെയ്തേക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നയനെ ആദർശം പരസ്പരം നോക്കുവാണ്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വളരെ വിചിത്രമാണ്, അമ്മായിയമ്മയ്ക്ക് അറിയില്ല മരുമോളെ കരൾ കൊടുത്തതെന്ന്, മരുമോളെ ഒട്ട് സ്നേഹിക്കൊന്നുമില്ല, എന്തായാലും ഇനി ഒത്തിരി താമസിപ്പിക്കുകയൊന്നും വേണ്ട ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ, മൂർത്തി സാറിനും അത് വലിയ ആഗ്രഹമുള്ള കാര്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അത് എല്ലാത്തിലും ഒരു മാറ്റത്തിന് കാരണമാവൂടോ എന്ന് പറയും കേട്ടോ ആദർശിനോട്. അത് കഴിയുമ്പോൾ ആദർശ നയനയും കൂട്ടി അവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് ദേവയാനി വിളിക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ ഹോസ്പിറ്റലാണെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഞാൻ നയനയും കൊണ്ട് നിന്നാൽ അവൾക്ക് ചെറിയൊരു തലവേദന എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനെ എടുത്തടിച്ച് ചോദിക്കുക, തലവേദനയാണല്ലോ അല്ലേ, വേറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താമ്മേ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല അവൾക്ക് വിശേഷം എന്തെങ്കിലും ഉണ്ടോ, പുതിയ തലവേദനയും വയ്യായ്മയൊക്കെ അങ്ങനെ വരുമ്പോഴാണല്ലോ, ഞാനിത് ഓൾറെഡി അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്തേ പറയുന്നത്, ഞാൻ മലയ്ക്കുവാ മാലിട്ടേക്കുക, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പം പറയണം, അതൊക്കെ ശരിയാ, എന്തായാലും നീ അവളുടെ പുറകെ അവിടെ ചുറ്റി തിരിഞ്ഞ് നടക്കാതെ പെട്ടെന്ന് വീട്ടിൽ വരാൻ നോക്ക് എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും എന്നോട് ആദർശ് പറയുകയാണ്, അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എൻ്റെ ഭാര്യയുടെ കാര്യം ഞാനല്ല പിന്നെ വേറെ ആരോ നോക്കണ്ടേ എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ വിട്ടേക്ക് ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പയ്യെ വീട്ടിൽ പോവാണ്. പിന്നെ കാണിക്കുന്ന ജയനെയാണ് കേട്ടോ. ജയനിങ്ങനെ ദേവയാനിയെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ദേവയാനി പറയുവാണ്, മകൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയില്ല, അവൻ 24 മണിക്കൂർ അവളുടെ പുറകെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അതിന് കണ്ട പെണ്ണുങ്ങളുടെ പുറകെയൊന്നുമല്ലോ, സ്വന്തം ഭാര്യയുടെ പുറകെയല്ലേ നടക്കുന്നത്, അതിലിപ്പോൾ എന്താ തെറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. ഈ വീട്ടിലാകെ സ്നേഹിക്കാൻ അറിയുന്ന ഒരേ ഒരു മരുമോളേ ഉള്ളൂ, അതിൻ്റെ അനാമിക മോളാന്ന് പറയുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, ഇപ്പം നീ പറയുന്ന കാര്യങ്ങളൊക്കെ നീ മാറ്റി പറയുന്നൊരു ദിവസം വരും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അപ്പോൾ പശ്ചാത്തപിക്കാനെങ്കിലും മരുമോളെ കുറച്ച് ഇപ്പോഴേ വേണമെങ്കിൽ സ്നേഹിച്ചു തുടങ്ങിക്കോ, പിന്നെ നമ്മളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് മകൻ്റെ ജീവിതത്തിൽ ആ സന്തോഷവും സുഖമൊന്നും പാടില്ല എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല ദേവേനി, തനിക്ക് വയ്യെങ്കിലും സത്യം പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല, തൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമായിട്ട് വരിക എന്ന് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും
അങ്ങനെയൊന്നും സംഭവിക്കാനും പോകുന്നില്ല, ഞാൻ ഒരിക്കലും നയനെ സ്നേഹിക്കാനും പോണില്ല എന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് അബീനെയാണ് കേട്ടോ. അബി ഇങ്ങനെ ചാടിത്തുള്ളി പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നവ്യ അങ്ങ് വരുവാണ്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും എടുത്തടിച്ചോളാം നവ്യ ചോദിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിൽക്കാൻ നിന്നല്ല, നീ മുത്തശ്ശൻ്റെ മുമ്പിലൊക്കെ ഒന്ന് വാക്ക് പറയുന്നത് കേട്ടായിരുന്നല്ലോ, എന്താ ഇപ്പം നിൽക്കുന്നില്ലെന്ന് ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ അബിക്ക് പെട്ടെന്ന് അടി കിട്ടിയ ആവുകയാണ്. അബി പറയുന്നുണ്ട്, അത് ഞാൻ എന്നും ചോദിക്കുന്ന അപ്പോൾ ഉത്തരം പറഞ്ഞ രീതിക്ക് അങ്ങ് പറഞ്ഞു പോയതാ, ഞാനൊന്നും ഒരിക്കലാണ് ആര് നിൽക്കുന്നതിലും കൂടുതലായിട്ട് കഠിന പ്രയത്നം എടുത്ത് ഞാൻ വല്യമ്മയ്ക്ക് വേണ്ടി ഒരിക്കലും നിൽക്കും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും നവ്യ കളിയാക്കി ചോദിക്കും, അതൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്താ എന്നെ കൊണ്ട് പറ്റാത്തത്, എനിക്കത് പറ്റില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് തെളിയിച്ചാൽ നിനക്ക് ഞാനൊരു സ്വർണ്ണമോതിരം മേടിച്ചു തരും എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് അബി നേരെ വണ്ടിയൊക്കെ എടുത്ത് റെസ്റ്റോറൻറ്റിലോട്ട് വരുവാണ്. അവിടെ ഫ്രണ്ടിനോട് ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നോൺ വെജ് വേണമെന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട, മലയ്ക്കോ മാല ഇട്ടേക്കുന്നുണ്ട്, അല്ലേലേ 100 പ്രശ്നമോ, തൽക്കാലം വെജ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയും കേട്ടോ. അങ്ങനെ സംശയം തോന്നിയിട്ട് നവ്യ പയ്യെ അബിയുടെ പുറകെ വരുവാണ്. ഒരു തലയിൽ സാരിയൊക്കെ ഇട്ട് വന്ന് നോക്കുമ്പോഴേക്കും അബി അവിടെ ഇന്ന് കാര്യമായിട്ട് ഫുഡ് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ പയ്യെ നവ്യ ഒളിഞ്ഞ് അവിടെ ഇരുന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുവാണ്. ആ സമയത്ത് കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ വീട്ടുകാർ പറയുന്ന കേക്ക്, നോയമ്പൊക്കെ പിടിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, പിന്നെ ഇതൊക്കെ പണ്ടത്തെ കാലത്തെ ഓരോരോ ആചാരങ്ങളല്ലേ, അല്ല ഞാൻ നോയമ്പ് പിടിച്ചെന്നോർത്ത് ആ വയ്യാണ്ട് കിടക്കുന്ന ആൾ ശരിയാവും നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അതൊന്നും ഇല്ലായിരിക്കും, പക്ഷേ പാർട്ടീഷൻ്റെ സമയത്ത് നിനക്ക് എന്തെങ്കിലും സ്വത്ത് കിട്ടണ്ടേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, അതാ എൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോയിനി ഒരു നേരം നിൽക്കാൻ പോണേ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ നവ്യ ഫോണിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്